ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ലീവൊക്കെ എടുത്തിട്ട് അങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ലീവ് എടുത്ത് വീട്ടിലേക്ക് വരികയാണോ എന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. മാസത്തിലൊരിക്കൽ ഞാൻ വീട്ടിൽ വരാറുണ്ട്. ഇങ്ങനെ 2 ദിവസമൊക്കെ ലീവ് എടുക്കുള്ളൂ. കൂടുതലായിട്ട് അങ്ങനെ ലീവൊന്നും എടുത്ത് നിൽക്കാറൊന്നുമില്ല. എന്നാലും കുറച്ച് ദൂരെയാണല്ലോ കോളേജ്. അപ്പോൾ എനിക്കെപ്പോഴും എല്ലാ ആഴ്ചയൊന്നും വരാൻ പറ്റില്ല വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ മാസത്തിലൊരിക്കലൊക്കെ 2 ദിവസം ലീവ് എടുത്തിട്ട് വീട്ടിലേക്ക് വരും കേട്ടോ. അങ്ങനെ തന്നെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ നമ്മൾ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. വീട്ടിലാവുമ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും കേട്ടോ. ഞാനിങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യം പോലും ചെയ്യില്ല. വെറുതെ ഇങ്ങനെ കുറേ സമയം കിടന്ന് ഉറങ്ങുക, വീട്ടുകാരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അതാണ് ഞാൻ കൂടുതൽ നോക്കാറുള്ളത്. ഞാനിപ്പോൾ അനിയന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീട്ടിലുള്ള ദിവസം ഇവന് ഞാൻ ഫുഡ് ഇങ്ങനെ വാരി കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനിങ്ങനെ ഫുഡ് കൊടുക്കാൻ. അപ്പോൾ ഇവനിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഗെയിം ഇങ്ങനെ ഈ പ്രായത്തിൽ കളിക്കുന്നത്ര നല്ലതൊന്നുമല്ല. പക്ഷെ എന്നാലും ഞാൻ പോകുന്ന വരെയാണ് ഇവന് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടൊരു ടൈം പീരീഡ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ നാട്ടിലുള്ളപ്പോഴാണ് ഇവനെന്തെങ്കിലും ഗെയിംസ് കയറ്റി കൊടുക്കുക. ഞാൻ പോയി കഴിഞ്ഞാൽ ആ ഗെയിം അതിൻ്റെ ഒപ്പം ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇങ്ങനെ ഒരു ഗെയിമാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അവൻ അതിൻ്റെ ടെക്നിക്സൊക്കെ എന്നെ പഠിപ്പിക്കുകയാണ്. ഏരിയ അത് നമുക്കിപ്പോൾ തരില്ല. പൈസ കിട്ടിയേ തരൂ തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ ഗെയിം കണ്ടങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് റൂമൊന്ന് അടിച്ചു വാരിയിടണ്ടായിരുന്നു. ഇങ്ങനെ ഡെയിലി ഞാൻ അടിച്ചു വരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും ഭയങ്കര കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അടിച്ചു വരാം. അങ്ങനെ അടിച്ചു വാരി തുടച്ച് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. അതൊന്നും ഞാൻ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ക്യാമറ ഇങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ സമയം ഇങ്ങനെ പോകുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ക്ലിപ്പ് എടുത്തിട്ട് അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെച്ചു. പതിവ് പോലെ തന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ പോയി വാങ്ങിക്കുന്നത്. അതായത് ഞാൻ നാളെ പോവും. അപ്പോൾ എൻ്റെ തലേ ദിവസം തന്നെ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ആദ്യം കാണിച്ചത് കർപ്പൂരമാണ് കേട്ടോ. എൻ്റെ റൂമിലാണെങ്കിൽ ഫുള്ള് പാറ്റയും പല്ലിയൊക്കെയാണ്. അപ്പോൾ കർപ്പൂരം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പൂന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 നോട്ട് ബുക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചധികം പേനകൾ വാങ്ങിയിട്ടുണ്ട്. ഈ മൊത്തം പേനയും ഞാൻ എടുക്കാനില്ല കേട്ടോ. അതാ കവർ പോയി. ഈ മൊത്തം പേനയും ഞാൻ എടുക്കാനില്ല. ഇത് കുറച്ച് അനിയത്തിക്കോ അമ്മയ്ക്കൊക്കെ കൊടുക്കും. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചധികം വാങ്ങിച്ചു എന്ന് മാത്രം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ സാധനങ്ങളൊന്നും ഇപ്പോൾ അവിടെ കിട്ടില്ലല്ലോ, എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ മേടിച്ച് ഇങ്ങനെ ട്രെയിനിൽ ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കും. എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അതൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നെ ഈസി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കാണിക്കുന്ന കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം ഹോസ്റ്റലിൽ കൊണ്ടുപോകാനൊന്നുമല്ല, ഇത് വീട്ടിലിരുന്ന് കഴിക്കാനാണ്. ഇന്ന് തന്നെ ഇത് മിക്കവാറും കഴിച്ച് പകുതി കഴിക്കും, പകുതിയെ ഹോസ്റ്റലിൽ കൊണ്ടുപോകുള്ളൂ. ഫസ്റ്റ് തന്നെ കുർക്കുറയാണ്. ഞാൻ ഇങ്ങനത്തെ ചിപ്സൊക്കെ 2 വാങ്ങിക്കുള്ളൂ കേട്ടോ. നിങ്ങൾ 3 ആളുണ്ടെങ്കിൽ ഞാൻ 2 വാങ്ങിക്കുള്ളൂ. അവരുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വരാനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഡേറ്റ്സ് വാങ്ങിയിട്ടിട്ട്, ഇത് ലൈൻ ഡേറ്റ്സിൻ്റെ ഒരു ഓഫറാണ് കേട്ടോ. 1 വാങ്ങിക്കുമ്പോൾ 1 ഫ്രീ കിട്ടുന്നത്. അപ്പോൾ ലാഭമാണല്ലോ. 1 ഇവിടെ വീട്ടിൽ വയ്ക്കാം, 1 എനിക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകുകയും ചെയ്യാം. അങ്ങനെ 2 വാങ്ങിയിട്ടുണ്ട്. 2 1 വാങ്ങി, ഇപ്പോൾ 1 ഫ്രീ കിട്ടി. പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അനിയത്തിയുടെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ. ഇത് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, കിട്ടിയാൽ കഴിക്കും, അങ്ങനെയുള്ളൂ. പിന്നെ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളതാണ് എൻ്റെ ഫേവറേറ്റ്. അതാണ് എള്ളുണ്ട. എനിക്ക് എള്ളുണ്ട ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താണെന്നറിയില്ല, പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഈ സാധനം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ചെറുപ്പത്തിൽ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും വലുതാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ബദാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അൺപാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ചോറും കറികളും മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു ഫുഡ് കഴിച്ചു. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാർജ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഫുൾ ചാർജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അടുത്ത സാധനം ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചാർജ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പോവാം. ഞാൻ പോകുന്നതിന് മുന്നേ എൻ്റെ റൂം ആ തലേ ദിവസം വൈകുന്നേരം ഉണ്ടാകുന്നൊരു കോലമാണ്. ഇങ്ങനത്തെ ഒരു കോലം. മേശം നോക്കിയാലും ബെഡ്റൂം നോക്കിയാലും സാധനങ്ങളോട് സാധനങ്ങൾ, ഫുൾ സാധനങ്ങളായിരിക്കും.
അപ്പം ഞാൻ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒക്കെ ഞാനിങ്ങനെ പ്ലാനൊക്കെ ചെയ്യും, പക്ഷെ ചില സമയത്ത് പ്ലാനൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ എന്താക്കും, ഈ പാക്കിങ്ങൊക്കെ ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വയ്ക്കും. അതായത് ഞാനിപ്പോൾ ബസ്സിന് പോകാൻ നിൽക്കുന്നതിന് മുന്നെയാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മടക്കുന്നതും നോക്കുന്നതൊക്കെ. അപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഒരു സമാധാനം എന്ന് പറയുന്നുണ്ടാവില്ല. ഞാനിങ്ങനെ ഓടിയിരിക്കും, ഒരു റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഓടുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുന്നു, ഓടി 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 അങ്ങനെ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ പുറത്തു പോകുന്നവരോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു ജോഡി ഡ്രസ്സേ കൊണ്ടുപോയൊക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഞാനും അങ്ങനെയാണ്. ഞാനിങ്ങനെ കൂടുതൽ ലഗേജൊന്നും ക്യാരി ചെയ്യുന്ന ഒരാളല്ല, കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോകുള്ളൂ. പക്ഷെ നിങ്ങളുടെ തലേ ദിവസം രാത്രി എടുത്ത് വെച്ചോട്ടാ, അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ആ ദിവസം നമുക്ക് വിചാരിക്കും കുറേ സമയമുണ്ടല്ലോ, നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എൻ്റെ ഒരു പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഈ സാധനങ്ങളൊന്നും എടുത്തു വയ്ക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഡേ ബിഫോറൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് എൻ്റെ എല്ലാ ട്രാവൽ പാർട്ട്ണർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ എല്ലാ ട്രാവലിനും യൂസ് ചെയ്യുന്നൊരു ബാഗാണിത്. അതിൻ്റെ ഇടയിൽ അനിയനൊക്കെ സൈഡിൽ വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ മൈൻഡാക്കണ്ട. അപ്പോൾ പിന്നെ ബാഗാണിത്. അപ്പോൾ ഈ ഒരു ബാഗ് ഇങ്ങനെ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഞാൻ ഇത്ര ചെറിയ ബാഗ് എടുക്കാനുള്ള കാരണം, ഓൾറെഡി എൻ്റെ കുറേ ലഗേജസൊക്കെ ഞാൻ നമ്മൾ കോളേജിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറേയൊന്നും എടുത്തുകൊണ്ട് പോകാനില്ല. ഓൾറെഡി എനിക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ അലക്കാനുള്ള ഐറ്റംസ് അങ്ങനെ കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് കൊണ്ടുപോകാനുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ കൂടുതലുള്ളത് മഴക്കാലമായതുകൊണ്ടാണ് കൂടുതൽ അലക്കാൻ ഇങ്ങനെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ 4 മണിക്ക് പതിവ് പോലെ ചായ അല്ല കേട്ടോ, പായസമാണ് കുടിച്ചത്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അമ്മയ്ക്കറിയാം എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ അമ്മ പോയിട്ട് എപ്പോഴും വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. എപ്പോഴും അല്ല, വല്ലപ്പോഴും ഇങ്ങനെ. പക്ഷേ അമ്മയ്ക്കറിയാം എനിക്കത് ഇഷ്ടമാണ്, അപ്പോൾ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അസൈൻമെൻറ്റ്സ് എഴുതാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എഴുതുക. അങ്ങനെ നമ്മൾ ഡിന്നറും കൂടെ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് ഇറങ്ങണം, കാരണം കുറച്ച് ദൂരം ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി നമ്മളിവിടെ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ട് പിന്നെ ഒരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ യൂണിവേഴ്സിറ്റിക്ക് പോയി. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.